ഹയേഴ്സ് പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ ഒരു വഴിയിലൂടെ യാത്ര ചെയ്യുന്നവർ ഭൂരിഭാഗം പേരും ഒരു പ്രത്യേക സ്ഥലത്തെത്തുമ്പോൾ ആക്സിഡന്റിൽ മരിക്കുന്നു. അത് എന്താണെന്ന് അന്വേഷിച്ചറിഞ്ഞപ്പോഴാണ് ഒരു ചതിയുടെ കഥ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് അവിടെ മനസ്സിലാവുന്നത്. 3 മലമുടകൾക്കുള്ളിട്ട് 9 ഹെയർ പിൻ വളവുകളുള്ള വനപാത. ആ വനപാതയുടെ മുകളിലേക്ക് എത്താനോ താഴേക്ക് എത്താനോ പ്രത്യേക വഴികളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഒരു ഗോത്ര യുവാവ് ഈ 3 മലമുടകൾക്കുള്ളിലായിട്ട് യാത്ര ചെയ്യാനുള്ള ഒരു വഴി കണ്ടെത്തിയത് ഗോത്ര യുവാവായതുകൊണ്ട് കൊടും ചതിയിലൂടെ അവനെ നരബലി നടത്തി പണിത ചുരത്തിന്റെ കഥ, ചതിയുടെ കഥ, കരിന്തണ്ടന്റെ കഥ, ബ്രിട്ടീഷുകാർ നിഷ്കരണം കൊന്നുതള്ളിയ കരിന്തണ്ടന്റെ കഥ, അധികമാർക്കും അറിയാത്ത ബ്രിട്ടീഷുകാരുടെ കൊടും ചതിയുടെ രഹസ്യം തേടിയുള്ള യാത്ര. ബ്രിട്ടീഷുകാരുടെ ചതിയുടെ രഹസ്യം തേടി നമുക്കൊന്ന് പോയി വരാം. അതിനു മുമ്പായിട്ട് ഇനിയും നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ, ബെൽ ബട്ടൺ അമർത്താനും മറക്കല്ലേ. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. കുതിരവട്ടം വപ്പ് പ്രശസ്തമായ വാക്കിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. താമരശ്ശേരി ചുരം, ഈ കാണുന്നതാണ് താമരശ്ശേരി ചുരം. വയനാടിനെ കോഴിക്കോടുമായി ബന്ധിപ്പിക്കുന്നത്, അതുപോലെ കേരളത്തെ മൈസൂരുമായി ബന്ധിപ്പിക്കുന്ന ഈ ഒറ്റൊരു മലമ്പാതയാണ്. നിങ്ങൾ ഈ ഒരു വഴിക്ക് സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു വട്ടം ആലോചിച്ചിട്ടുണ്ടാവും, ഇതുപോലത്തെ ഒരു കാട്ടുവഴിയിലൂടെ, ഒരു മലമ്പാതയിലൂടെ എങ്ങനെയാണ് ഈ ഒരു ചുരം വന്നത്, എങ്ങനെയാണ് ഇതിൽ വഴി വെട്ടിയെന്നൊക്കെ. എന്നാൽ നമ്മൾ എന്ന് പറയുന്ന അതിൻ്റെ ഒരു കഥ എന്നൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പൊ നമ്മളിപ്പോ ഇനി കാണാൻ വേണ്ടി പോകുന്നത് ഈ ഒരു ചുരത്തിലെ കാഴ്ച കേട്ടോ. അപ്പൊ സാധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുരം ഇങ്ങനെ ഇത്ര കാര്യമായി കിടക്കാറില്ല. നിങ്ങൾ എല്ലാ വാർത്തകളിലും മിക്കപ്പോഴും കണ്ടിട്ടുണ്ടോ, വയനാട് ചുരം ബ്ലോക്കായി, വയനാട് ചുരം ബ്ലോക്കായി എന്നൊക്കെ എപ്പോഴും കേട്ടിട്ടുണ്ടാവും. പക്ഷെ ഇന്നിപ്പോ എന്തോ അധികം വലിയ ഒരു ബ്ലോക്കൊന്നും ഇല്ലാത്തതാണ്. അല്ലെങ്കിൽ ഈ ഒരു ചുരം ബ്ലോക്കായി കഴിഞ്ഞാൽ വയനാട്ടുകാർ ശരിക്കും ഒറ്റപ്പെട്ടാണ് ജീവിക്കുന്നത്. അപ്പൊ നമുക്ക് ആ ചുരം കണ്ടുപിടിച്ച ആളെയും ഒക്കെ നമുക്കിനി കാണണം. അപ്പൊ ഇതാണ് താമരശ്ശേരി ചുരം. ഏറ്റവും വലിയ അനുഗ്രഹവും അതുപോലെ തന്നെ ഏറ്റവും വലിയ ശാപവും ഈ ഒരു ചുരമാണ്. 12 കിലോമീറ്ററാണ് ഈ ഒരു ചുരം മൊത്തം ഉള്ളത്. 9 ഹെയർ പിന്നുകളായിട്ടാണ് ഈ ഒരു ചുരം സ്ഥിതി ചെയ്യുന്നത്. കാരണം വയനാട്ടുകാർക്ക് എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ ഉടനെ അടുത്ത ഡിസ്ട്രിക്റ്റായ കോഴിക്കോടിനെ ആശ്രയിക്കാൻ ഈ ഒരു ചുരം മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഈ ചുരത്തിന്റെ മുകളിലേക്ക് നമുക്കൊന്ന് കയറി നോക്കാം. അവിടെ എന്താ കാഴ്ച നമുക്കൊന്ന് കണ്ടു നോക്കാം. ഞാൻ കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞില്ലായിരുന്നു വയനാട്ടുകാരെ ശാപത്തെ കുറിച്ച്. ഇപ്പൊ ഒരു ആംബുലൻസ് ഇങ്ങനെ ചീറിപ്പാഞ്ഞു പോയതല്ല, അതാണ് വയനാട്ടുകാരെ ശാപം എന്ന് പറഞ്ഞത്. കാരണം എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ അടുത്ത കോഴിക്കോടുള്ള ഡിസ്ട്രിക്റ്റിനെ വേണം ആശ്രയിക്കാൻ. പക്ഷെ അതിലാണെങ്കിലോ ഈ വഴിക്ക് പോകുന്ന ചുരമാണെങ്കിൽ ഫുൾ ടൈം ബ്ലോക്കും ആയിരിക്കും. അങ്ങനെ ഒരുപാട് ബ്ലോക്കിൽ പെട്ട് ഒരുപാട് ആളുകളൊക്കെ മരിക്കുന്നുണ്ട്. അപ്പൊ അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് വയനാട്ടുകാരെ ശാപം എന്ന് ഈ ഒരു ചുരത്തെ ഞാൻ പറയാൻ കാരണം. വയനാടിനേക്കാളും പഴക്കമുണ്ട് ബദൽപാത എന്ന ആവശ്യം. ഒരിക്കലെങ്കിലും ഇതുവഴി യാത്ര ചെയ്തവർക്കറിയാം ഈ ചുരത്തിന്റെയും ഈ ഒരു നാടിന്റെയും ഒക്കെ സൗന്ദര്യം. ചുരം കുറച്ചുകൂടി ഇതുപോലെ കയറി കഴിഞ്ഞ് വരുമ്പോൾ ഇതുപോലത്തെ ഒരു ഹെയർ പിൻ ആണ്. ഇങ്ങനത്തെ ടോട്ടൽ ഞാൻ നേരത്തെ പറഞ്ഞ 9 ഹെയർ പിൻ ഉണ്ട്. അപ്പൊ നമ്മൾ ഇപ്പോൾ 9ാമത്തെ ഹെയർ പിന്നിലാണ്. അപ്പൊ ഈ 9ാമത്തെ ഹെയർ പിൻ കഴിഞ്ഞ് മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ വയനാട് ജില്ലയായി. ഒരു സമയത്ത് പകൽ പോലും ജനങ്ങൾ ഭീതിയോടെ നടന്നിരുന്ന ഒരു വഴിയിലൂടെയാണ് ഇന്ന് വാഹനങ്ങളെല്ലാം ചീറിപ്പാഞ്ഞു പോകുന്നത്. ഒരു കാളവണ്ടിക്ക് പോകാനുള്ള ഒരു വഴി മാത്രമായിരുന്നു ആദ്യകാലങ്ങളിൽ ഇവിടെ. പിന്നീടാണ് ഇത്രയും വികസനമൊക്കെ വന്നത്. വയനാട് ചുരത്തിന്റെ സൗന്ദര്യം ഞാൻ നിങ്ങളോട് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കേരളത്തിലെ തന്നെ ഭൂരിഭാഗം ആളുകളും ഇന്ന് ഈ സൗന്ദര്യം ആസ്വദിച്ചിട്ടുണ്ടാവും. ഇവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ഏതാണ്ട് കോഴിക്കോട് ജില്ലയുടെ ഭാഗം മുഴുവനായിട്ട് കാണാൻ കഴിയും. ദൂരെ നിന്ന് കാണുന്ന ആ പാത കണ്ടോ, അതിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്ത് ഇവിടെ എത്തിയത്. എന്റെ ബേക്കിലായിട്ട് ഈ കാണുന്ന കവാടം കണ്ടോ, ഇതിന്റെ അപ്പുറത്തേക്ക് തന്നെ വയനാട് ജില്ലയാണ്. ഇതിന്റെ ഏറ്റവും വലിയൊരു വിരോധാഭാസം വന്ന ഈ ഒരു ചുരം അറിയപ്പെടുന്നത് വയനാട് ചുരം എന്നാണ്. പക്ഷെ ഇത് കോഴിക്കോട് ജില്ലയുടെ ഭാഗമാണ്. 1980 കേരളത്തിലെ 12ാമത്തെ ജില്ലയായിട്ടാണ് ഈ ഒരു ജില്ല രൂപം കൊണ്ടത്. ചുരം സാക്ഷാത്കരിച്ച ആള് ഇനി നമുക്ക് ഇവിടെയാണ്, നമുക്കിവിടെ കാണാനുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ചങ്ങലമരും അതുപോലെ തന്നെ ആത്മാവിനെ തളച്ച ആ ഒരു മരവും ആ ചങ്ങലയൊക്കെ നമുക്ക് ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ കാണാം. അപ്പൊ ഇങ്ങോട്ട് കയറുമ്പോൾ തന്നെ ആദ്യം എത്തുന്നത് ലക്കിടി എന്ന സ്ഥലത്തേക്കാണ് എത്തുന്നത്. അപ്പൊ നമുക്ക് വയനാട്ടിലേക്ക് നമുക്കൊന്ന് കയറി നോക്കട്ടെ എന്താ കാഴ്ചകളുള്ളതെന്ന്. വയനാടിന്റെ കവാടം അങ്ങ് കഴിയേ വേണ്ടു. ലെഫ്റ്റ് സൈഡിലെ ചെറിയൊരു ശില്പവും പടർന്ന് പന്തലിച്ചേക്കുന്ന വലിയൊരു കൂറ്റം മരവും നമുക്കിവിടെ കാണാം. ഈ കാണുന്നുണ്ടോ, ഇദ്ദേഹമാണ് കരിന്തണ്ടൻ, വയനാട് ചുരത്തിന്റെ യഥാർത്ഥ ശില്പി. ഇത് ശരിക്കും ഇദ്ദേഹത്തിന്റെ രൂപം, ഇതൊരു ശില്പിയുടെ ഒരു ഭാവനയാണ് കേട്ടോ. ഇതൊരു ശില്പിയുടെ ഒരു ഭാവന മാത്രമാണ്. ഇങ്ങനെ ഇദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് നമുക്ക് എഴുതിയിട്ടുണ്ട് 1750 മുതൽ 1799. അന്നേരം അതിന്റെ ഇടയ്ക്കായിരിക്കും ഈ ഒരു വയനാട് ചുരം ഇദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ടാവുക. അതുപോലെ തന്നെ ഇത് നിർമ്മിച്ച ശില്പിന്റെ പേരും ഈ താഴെയായിട്ട് കാണാൻ. ബ്രിട്ടീഷുകാർക്ക്
ടിപ്പുവിനെ ഒതുക്കണമെങ്കിലും വയനാട് കൊള്ളയടിക്കണമെങ്കിലും താഴെ നമ്മളാ കണ്ട ആ മലമ്പാത കയറി ഇങ്ങോട്ട് വരണമായിരുന്നു. പക്ഷെ ആ കാലത്ത് മലമ്പാത കയറി വരാൻ ഇവിടെ നിന്ന് യാതൊരു വഴിയില്ലായിരുന്നു. അപ്പൊ അങ്ങനെ എനിക്ക് നോക്കുമ്പോൾ ഒരു ആദിവാസി യുവാവ് എന്നും രാവിലെ തന്റെ കാലികളെ മേച്ചുകൊണ്ട് ആ ഒരു മലമ്പാതയുടെ താഴെ നിന്ന് വൈകുന്നേര സമയം തിരിച്ച് മുകളിലേക്ക് കയറി ബ്രിട്ടീഷ് എഞ്ചിനീയർമാരെ ആശ്ചര്യപ്പെടുന്നത്. അവർ പലകുറി നോക്കി വയനാട്ടിലേക്കുള്ള വഴി വെട്ടാൻ വേണ്ടി, പക്ഷെ ആ ശ്രമങ്ങളെല്ലാം പരാജയപ്പെടുകയാണ് ചെയ്തത്. അങ്ങനെ നോക്കുമ്പോഴാണ് ആ ഒരു ആദിവാസി യുവാവ് എന്നും തന്റെ കന്നുകാലികളെ മേച്ച് മല ഇറങ്ങുന്നു മല കയറുന്നതും ബ്രിട്ടീഷുകാരുടെ കണ്ണിൽ പിഴന്നു. ബ്രിട്ടീഷുകാർ വിചാരിച്ചു എങ്ങനെയെങ്കിലും ഈ ഒരു ആദിവാസി ബാലനെ കണ്ട് സംസാരിച്ച് അവരെ കൊണ്ടൊന്നും സാധിക്കാത്ത കാര്യം ഈ വയനാട്ടിലേക്ക് കയറാനുള്ള ഈ ഒരു വഴി കണ്ടെത്തണമെന്ന് അവർ വിചാരിച്ചു. അങ്ങനെ അവർ കരിന്തണ്ടനെ കാണാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ ബ്രിട്ടീഷുകാരുമൊത്ത് കരിന്തണ്ടൻ മല കയറാൻ തന്നെ തീരുമാനിച്ചു. വളരെ പ്രയാസമുള്ള കുന്നിൻ ചെരുവുകളിലൂടെയും കാട്ടുവഴികളിലൂടെയും കരിന്തണ്ടൻ അവരെ മലയുടെ മുകളിലെത്തിച്ചു. തിരികെ പോരുവാനുള്ള വഴികളെല്ലാം തന്നെ കൃത്യമായി മനസ്സിലാക്കിയ ശേഷം തങ്ങളുടെ എഞ്ചിനീയർമാർക്ക് സാധിക്കാത്ത ഒരു ഗോത്രവർഗക്കാരനാൽ തങ്ങളുടെ ആവശ്യം നടപ്പിലായെന്ന് പുറം ലോകം അറിയാതിരിക്കാനും വഴി കണ്ടെത്തിയതിൻ്റെ പേര് തങ്ങളുടെ എഞ്ചിനീയർമാർക്ക് സ്വന്തമാക്കാനും നിഷ്കരുണം ആ ആദിവാസി യുവാവിനെ അവർ വെടിവെച്ച് കൊന്നുകളഞ്ഞു. ബ്രിട്ടീഷുകാർ കൊന്നുകളഞ്ഞ കരിന്തണ്ടന്റെ ആത്മാവ് ഇതിലെ അലഞ്ഞു തിരിഞ്ഞ് ഇതിലെ യാത്ര ചെയ്യുന്നവർക്ക് മൊത്തം ഉപദ്രവം ഉണ്ടാക്കി വെക്കുകയും ചെയ്യുന്നത് പതിവായിരുന്നു. ചതിയിലൂടെ മരണമടഞ്ഞ കരിന്തണ്ടന്റെ ആത്മാവ് ഇതിലെ പോകുന്ന വാഹനങ്ങളെയും ആളുകളെയും ഉപദ്രവിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രശ്നപരിഹാരം എന്ന വണ്ണം ഒരു സന്യാസി വര്യൻ അദ്ദേഹത്തിന്റെ ആത്മാവിനെ ചങ്ങലയിൽ ബന്ധിച്ചു. നമുക്കിവിടെ ചെറിയ പ്രതിഷ്ഠ കാണാം, കരിന്തണ്ടന്റെ പ്രതിഷ്ഠയാണ്. അതുപോലെ തന്നെ ഒരു ചങ്ങലയും കാണാം, കരിന്തണ്ടന്റെ ആത്മാവിനെ ബന്ധിച്ച ചങ്ങലയാണ്. കരിന്തണ്ടന്റെ ആത്മാവിനെ ഈ ചങ്ങലയിൽ ബന്ധിച്ച് മരത്തിൽ ബന്ധനസ്ഥനാക്കി എന്നാണ് പറയപ്പെടുന്നത്. ഇദ്ദേഹത്തുള്ള ആദരസൂചകമായിട്ട് ഇവിടെ എല്ലാ ദിവസവും വിളക്ക് കത്തിക്കും. അതുപോലെ തന്നെ ചുരം വഴി യാത്ര ചെയ്യുന്നവർ, ഈ ഒരു വയനാട് ചുരം വഴി യാത്ര ചെയ്യുന്നവർ ഈ കാണുന്ന ഭണ്ഡാരത്തിന് കാണിക്ക ഇടുകയും ചെയ്യാറുണ്ട്. യാത്രാ സുരക്ഷിതത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതുപോലുള്ള വ്യത്യസ്ത കാഴ്ചകളൊക്കെ ആയിട്ട് ഇനിയും നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ, ആ ബെൽബട്ടൺ അമർത്താൻ മറക്കല്ലേ. ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പൊ നമുക്ക് ഇതുപോലത്തെ വ്യത്യസ്ത സ്ഥലങ്ങളുടെ വീഡിയോ ആയിട്ട് എത്രയും വേഗം. ബൈ.